area in polar coordinates. Area in polar coordinates. Area in polar coordinates. ഇതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ പോളാർ കോർഡിനേറ്റ്സിൽ ഏരിയ കണ്ടുപിടിക്കും? അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ ഏരിയ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് പറഞ്ഞുതരാം. റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കർവ് തന്നു എന്ന് വിചാരിക്കുക. y is equal to f of x ആണ് നമ്മുടെ കർവ്. y is equal to f of x. അങ്ങനെ ഒരു കർവ് തന്നിട്ടുണ്ട്. ഇതാണ് കർവ്. എക്സിന്റെ വാല്യൂ a മുതൽ b വരെ. എക്സിന്റെ വാല്യൂ a മുതൽ b വരെ. അങ്ങനെയാണെങ്കിൽ ആ കർവിന്റെ ഏരിയ അണ്ടർ മീൻസ് ബിറ്റ്വീൻ എക്സ് ആക്സിസ് ഇയാൾ ഈ പെർട്ടിക്കുലർ ഏരിയ. ഈ പെർട്ടിക്കുലർ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b f of x dx. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്താൽ ഏരിയ കിട്ടും എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഏരിയ അണ്ടർ ദ കർവ് ഇൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്. റെക്ടാങ്കുലർ കോർഡിനേറ്റില് ഇതാണ് ഏരിയ അണ്ടർ ദ കർവ്. പോളാർ കോർഡിനേറ്റിലേക്ക് വരുമ്പം കാര്യങ്ങൾ മാറും. കാര്യങ്ങൾ വളരെ അധികം മാറും. ഫിഗർ അടക്കം മാറും. എന്താണ് അവിടെ വരുന്ന മാറ്റം എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് r is equal to f of theta എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. r is equal to f of theta. എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീറ്റയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ആണ്. ഇവിടെ എക്സിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. എക്സ് വൈനെ നിയന്ത്രിക്കുന്നു. അതേപോലെ തീറ്റയെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ തീറ്റ ആറിനെ നിയന്ത്രിക്കുന്നു. അതാണ് r equal to f of theta. എന്നിട്ട് നിങ്ങൾക്ക് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞു. ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞു എന്നൊരു കണ്ടീഷനും കൂടെ പറഞ്ഞേക്കും. ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി തരുന്നവർ. എന്നിട്ട് നമുക്ക് നേരെ ഫിഗർ വരും. നിങ്ങളുടെ കയ്യിലുള്ള ഫിഗർ അല്ലെങ്കിൽ കർവ് എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനായിരിക്കും. r is equal to f of theta എന്ന് പറയുന്ന നിങ്ങളുടെ കർവ് ഇതായിരിക്കുന്നു. ഇയാളാണ്. നിങ്ങൾ തീറ്റയുടെ വേരിയേഷൻ നോക്കണം. തീറ്റ ആൽഫ മുതൽ ബീറ്റ വരെയാണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഒരിക്കലും മറക്കരുത്, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആവുമ്പോൾ ആംഗിളിനെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒറിജിനൽ നിന്ന് എക്സ് ആക്സിസ് വരെ, ഒറിജിനൽ നിന്ന് എക്സ് ആക്സിസുമായിട്ടാണ് നമ്മൾ എപ്പോഴും ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. ഇത് ആൽഫ ആംഗിൾ. ഇനി ബീറ്റ ആംഗിൾ, ഒറിജിനൽ നിന്ന് എക്സ് ആക്സിസുമായിട്ടാണ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബീറ്റ ആംഗിൾ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. കർവും തീറ്റയുടെ വേരിയേഷൻ ആൽഫ ബീറ്റയുടെ ഇടയിലുള്ള ഈ ഏരിയ വേണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ. ശ്രദ്ധിക്കുക, ഏരിയ കണ്ടുപിടിക്കുന്ന, ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ നിങ്ങൾക്ക് എക്സ് ഈക്വൽ ടു എ അവിടെ നിന്ന് നേരെ താഴോട്ട് പോയാൽ, എക്സ് ഈക്വൽ ടു ബി അവിടെ നിന്ന് നേരെ താഴോട്ട് പോയാൽ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ. ഇവിടെ തീറ്റ ആംഗിൾ ആണ്. ആംഗിൾ ആകുമ്പോൾ ഇങ്ങനെയാണ് അയാൾ മാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഏരിയ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഡൺ. ഓക്കെ, കഴിഞ്ഞു. നമുക്കിത് വേണമെങ്കിൽ ഫിഗറിൽ നോക്കാം.
ഫിഗറിൽ അവര് വളരെ കൃത്യമായത് തന്നിട്ടുണ്ട്. ഇതാണ് കാര്യം. തീറ്റ ഈക്വൽ ടു ആൽഫ, തീറ്റ ഈക്വൽ ടു ബീറ്റ വരെ ഇതാണ് കിട്ടുന്നത്. ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നിങ്ങളുടെ റീജിയനായ ആർ. കഴിഞ്ഞു. ഡൺ. അപ്പൊ നമുക്ക് നേരെ എങ്ങനെ ഇയാളുടെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ ഫോർമുലയുണ്ട്. ആ ഫോർമുല എങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാര്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ നേരെ നിങ്ങൾക്ക് ഫോർമുലയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതെങ്ങനെ വന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ കിട്ടുന്നതാണ്. ശരി, അപ്പോ നിങ്ങൾക്ക് ആൽഫയും ബീറ്റയും രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ആൽഫയും ബീറ്റയും, ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. ഇതാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ബീറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ പ്ലസ് 2π. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ പ്ലസ് 2π. അതായത് ഈ ബീറ്റ എന്ന് പറയുന്നത് ഇത് ആൽഫയാണ്. ബീറ്റ എന്ന് പറയുന്ന ആൽഫയേക്കാൾ വലുതാണ്. സമ്മതിച്ചു, ആൽഫയേക്കാൾ വലുതാണ്. അപ്പൊ ഇവിടെ എവിടെയൊക്കെ ഇരിക്കും. പക്ഷെ കറങ്ങി ആൽഫയും കഴിഞ്ഞൊരു 2πയും കൂടെ കറങ്ങി വരരുത് എന്നൊരു നിർബന്ധം. ആൽഫയേക്കാൾ വലുതൊക്കെ തന്നെയാണ് ബീറ്റ. പക്ഷെ വലുതാവുമ്പോഴും ആൽഫയും കടന്ന് 2πയും കടന്ന്, ആൽഫ പ്ലസ് 2πയും കടന്ന് പോകരുത്. ആൽഫയും കടന്ന് 2πയും കടന്ന് പോകരുത്. അത് ശരിയല്ല. കാരണം കർവ് ഓവർലാപ്പ് ആവുന്ന ഏരിയ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവർ എടുത്ത് പറയുന്നുണ്ട്. ആൽഫയേക്കാൾ വലുത് തന്നെയാണ് ബീറ്റ. പക്ഷെ ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ പ്ലസ് 2π. കറങ്ങിക്കോ, പക്ഷെ 2π കറങ്ങി വീണ്ടും തിരിച്ച് തുടങ്ങിയ സ്ഥലത്തിനെയും ഓവർലാപ്പ് ചെയ്ത് വന്നു കളയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. ഏരിയ ഈക്വൽ ടു ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു എഫ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ. ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ 1/2 ഇൻറ്റു ആർ സ്ക്വയർ ഡി തീറ്റ. ഇതാണ് നമ്മുടെ ഏരിയ അണ്ടർ ദ കർവ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഫ്രം ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. ഇതാണ് ഏരിയയുടെ ഫോർമുല. ഒരു കാരണവശാലും മറക്കരുത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പഠിച്ച കർവിന്റെ ഇക്വേഷനൊക്കെ ഇവിടെ ഉപകാരപ്പെടും. അതാണ് ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത. നമുക്ക് ഒരിക്കലും കർവിന്റെ ഫിഗർ അവർ തന്നിരിക്കില്ല, നമ്മൾ അത് കണ്ടുപിടിച്ചത് കഴിഞ്ഞു. അപ്പൊ ഫോർമുല നോക്കിക്കൊള്ളുക. ഏരിയ അണ്ടർ ദ കർവ് ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ വേർ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഇത്. ശരി, അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ. Find the area of the region in the first quadrant. Region in the first quadrant that is within the cardioid. R is equal to 1 minus cos theta. Find the area of the region in the first quadrant that is within the cardioid. R is equal to 1 minus cos theta. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ
മനസ്സിലാക്കാനുള്ളത് കാർഡിയോയിഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാർഡിയോയിഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. കാർഡിയോയിഡിന്റെ ഇക്വേഷൻ വഴി കാർഡിയോയിഡിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ അറിഞ്ഞു. അപ്പൊ എല്ലാ വെറൈറ്റിയും എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, എ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ, എ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ എല്ലാം വരച്ചതെന്നാണ്. എല്ലാം വരച്ചതെന്നാണ്. അതൊന്നും പുതിയ കാര്യമല്ല. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഫിഗറാണ്. ഒരിക്കലും ക്വസ്റ്റ്യനിൽ തരില്ല. കാർഡിയോയിഡിന്റെ ഫിഗർ തരില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇതാണ് R is equal to 1 മൈനസ് കോസ് തീറ്റയുടെ ഫിഗർ. ഡൺ. ഇതാണ് ഫിഗർ. ഇവിടെ ലെങ്ത് 1, ഇവിടെ ലെങ്ത് 1, ഇവിടെ 1ന്റെ ഇരട്ടി 2. അതായിരിക്കും ലെങ്ത്. നെവർ മൈൻഡ്, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ ഒരു റീജിയന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ ചെറിയ കുഞ്ഞ് ഏരിയ, ഇത് എത്ര ഉണ്ടെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. കഴിഞ്ഞു. ഡൺ. ശരി, അപ്പൊ ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ഏത് തൊട്ട് ഏത് വരെയാണ് ആംഗിൾ പോയിരിക്കുന്നതെന്ന് ഫിക്സ് ചെയ്യണം. ആംഗിൾ പോയിരിക്കുന്ന ഏത് തൊട്ട് ഏത് വരെയാണെന്ന് ഫിക്സ് ചെയ്യണം. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ്. അവിടെയാണല്ലോ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇതാണ് ആംഗിൾ. അപ്പൊ നമുക്ക് നേരെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു എഫ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ, അല്ലെങ്കിൽ ആർ സ്ക്വയർ ഡി തീറ്റ. ആർ ഇവിടെ ഉണ്ടല്ലോ, 1 മൈനസ് കോസ് തീറ്റ. Therefore, this is equal to integral 0 to 2π അല്ല, സോറി, അയ്യോ π/2 ആണേ. അയ്യോ π/2, 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഞാൻ 2π എന്ന് എഴുതി വെച്ചു. π/2 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, 90 ഡിഗ്രിയാണ്, സോറി. അപ്പൊ π/2 ഹാഫ് ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ, 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ, 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ. ഇയാളെ വേണം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. 1/2 പുറത്തെടുക്കാം, 1/2 പുറത്തെടുക്കാം. 0 to π/2, 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. കഴിഞ്ഞു. ഇനി നമുക്കിവിടെ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, 2 കോസ് തീറ്റയെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, കോസ് സ്ക്വയർ തീറ്റയെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. കോസ് സ്ക്വയർ തീറ്റയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വഴി നിങ്ങൾക്ക് അറിയാം. കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. അപ്പൊ നമ്മൾ അയാളെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു π/2. ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. ഇൻറ്റു ആദ്യത്തത് 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഡി തീറ്റ. 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഡി തീറ്റ. കഴിഞ്ഞു. ഡൺ. ഇനി ജസ്റ്റ് ഞാൻ ഇത് 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 അവിടെ കിടന്നോട്ടെ. ഇന്റഗ്രൽ 0 ടു π/2, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മൈനസ് 2 ഇൻറ്റു 2 4 കോസ് തീറ്റ പ്ലസ് 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2.
ഡി തീറ്റ. കഴിഞ്ഞു. ഇവിടെ ഡിവൈഡഡ് ബൈ 2നെ ഞാൻ പുറത്തേക്ക് എടുക്കും. അത് 1/4 ആകും. 1/4 ആകും. 1/4 ആകും. ഇന്റഗ്രൽ 0 to π/2. ന്യൂമറേറ്റർ ശ്രദ്ധിക്കാം. 2 + 1 3 ആണ്. 3 -4 cos തീറ്റ പ്ലസ് cos 2 തീറ്റ ഡി തീറ്റ. കഴിഞ്ഞു. Therefore, this is equal to 1/4. ഇനി ഇന്റഗ്രേഷനിലേക്ക് എടുക്കാം. 3യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 തീറ്റ കിട്ടും. 4 cos തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്, അതുകൊണ്ട് 4 sin തീറ്റ കിട്ടും. ഇനി കോസിന്റെ ഇന്റഗ്രൽ cos 2 തീറ്റയുടെ ഇന്റഗ്രൽ sin 2 തീറ്റയാണ്. ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് 2. ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് 2. ലിമിറ്റ് 0 to π/2. ലിമിറ്റ് 0 to π/2. Therefore, area is equal to 1/4 into നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു 3 into തീറ്റ, അതായത് 3 into π/2 -4 into sin π/2 പ്ലസ് sin 2 into π/2 ഡിവൈഡഡ് ബൈ 2. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ലോവർ ലിമിറ്റ് കൊടുക്കാം. 3 into 0 0, 4 into sin 0 0, sin 2 into 0 sin 0 0. ഇതെല്ലാം 0 ആണ്. 3 into 0 0, 4 into sin 0 sin 0 0, sin 2 into 0 sin 0 0. അതെല്ലാം 0 ആണ്. അതുകൊണ്ട് അവരെ ഒന്നും കണ്ടുപിടിക്കാൻ മെനക്കെടുന്നില്ല. 1/4 into 3π/2 sin π/2 1 ആണ്. sin π/2 1 ആണ്. sin π/2 1 ആണ്. അപ്പോ -4 വരും. പിന്നെ sin π എന്ന് പറയുന്നത് 0 ആണ്. 0. അപ്പൊ മൈൻഡ് ചെയ്യണ്ട, അത് കഴിഞ്ഞു. Therefore, this is equal to 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π/2 into 4. 2 into 4 8 ആണ്. 4/4 1 ആണ്. 4/4 1 ആണ്. 3π/8 -1. 3π/8 -1. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമുക്ക് ഏരിയ ആയിട്ട് കിട്ടിയത്. നമ്മുടെ ഒരു ആ പ്രോബ്ലം പരിശോധിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ആൻസർ. 3π/8 -1 ആണ് നമ്മുടെ ഏരിയ. കഴിഞ്ഞു. ഇന്റഗ്രേഷൻ ആവശ്യത്തിന് കൂടുതൽ ഇന്റഗ്രേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്ത് നമുക്ക് ആൻസറിൽ എത്താം. ഡൺ. നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ വീണ്ടും പറയാം. ഇവര് ആദ്യം തന്നെ കാർഡിയോയിഡിന്റെ ഫിഗർ തന്നിട്ടില്ല. നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ കാർഡിയോയിഡിന്റെ ഫിഗർ ഏതാണെന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മൾ നേരത്തെ വരച്ചത് വെച്ചിട്ട് വരച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഫസ്റ്റ് ക്വാഡ്രന്റ് മതി എന്നവർ പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ലിമിറ്റ് കൊടുത്തു, ആൾക്കാരെയൊക്കെ കൊടുത്തു, എക്സ്പാൻഡ് ചെയ്തു. ഇനി കോസ് സ്ക്വയറിനെ നമുക്ക് ചുമ്മാ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ പണ്ടേ അറിയാവുന്ന കാര്യമാണ്. കോസ് സ്ക്വയറിനെ മാറ്റാനുള്ള ഫോർമുലയാണ് 1 - cos 2 θ/2. ഞാനും അത് ഉപയോഗിച്ച് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. അതായത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ കുഞ്ഞ് ഏരിയ എന്ന് പറയുന്നത് 3π/8 -1. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, ശരി, ഡൺ. അപ്പൊ സിമ്പിൾ ആണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഹോൾ ഏരിയ. അതായത് ഇതേ ക്വസ്റ്റ്യനിൽ മുഴുവൻ ഏരിയയും കണ്ടുപിടിക്കും. മുഴുവൻ ഏരിയയും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ള് കറങ്ങി വരണേ. മുഴുവൻ ഏരിയയും കണ്ടുപിടിക്കണമെങ്കിൽ ഇത് മൊത്തം കറങ്ങി വരണം. അതായത് 0 to 2π കറങ്ങി വരണം. അതായത് ഇതേ ആളെ തന്നെ 0 to 2π ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി.
ഇതേ ആളെ തന്നെ 0 to 2π ഇന്റഗ്രേറ്റ് ചെയ്താൽ മുഴുവൻ ഏരിയ കിട്ടും. ആരുടെ? കാർഡിയോയിഡ്. കാർഡിയോയിഡിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊന്നും നമുക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാർഡിയോയിഡിന്റെ മുഴുവൻ ഏരിയ കണ്ടുപിടിക്കാൻ 0 to 2π നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π half f of theta the whole square d theta. This is equal to half പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ 0 to 2π 1 minus cos 2 theta, sorry, 1 minus cos 2 theta the whole square. 1 minus cos theta, sorry, cos 2 theta അല്ല, 1 minus cos theta. 1 minus cos theta 1 minus cos theta the whole square. 1 minus cos theta whole square expansion ആണ് 0 to 2π. 1 minus 2 cos theta plus cos square theta plus cos square theta d theta. ഇവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളതും ഇന്റഗ്രൽ 1/2 0 to 2π നേരത്തെ ചെയ്ത തന്നെ 1 minus 2 cos theta plus 1 plus cos 2 theta divided by 2 d theta. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേ കാര്യങ്ങളാണ്. എന്നിട്ട് 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 പുറത്തേക്ക് വരും. 1/4 ഇന്റഗ്രൽ 0 to 2π. ബാക്കി ഇവിടെ 3 മൈനസ് 4 cos theta plus cos 2 theta. plus cos 2 theta d theta. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആയത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ലാഘവത്തോടെ അതങ്ങ് ചെയ്തത്. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാനൊന്നും നിൽക്കാതെ പെട്ടെന്ന് അങ്ങ് ചെയ്തു. Therefore, this is equal to 1/4 ഇന്റഗ്രേറ്റ് ചെയ്യാം 3 theta minus 4 sin theta plus sin 2 theta divided by 2 0 to 2π. അപ്പർ ലിമിറ്റ് കൊടുക്കാം 1/4 into 3 into 2π 6π minus 4 into sin 2π 0 sin 2 into 2π sin 4π 0 ആണ്. sin 2π 0 ആണ്. sin 2 into 2π sin 4π 0 ആണ്. ഇനി 0 കൊടുക്കുമ്പോൾ 3 into 0 0 4 into sin 0 0 sin 2 into 0 sin 0 0 ബാക്കി എല്ലാം 0. 2π കൊടുത്താലും 0 0 കൊടുത്താലും 0. അവസാനം 6π മാത്രം ബാക്കി. 1/4 into 6π. That is 6π/4. 6π/4. That is 3π/2. 3π/2. ഇതാണ് കാർഡിയോയിഡിന്റെ വരച്ചിരിക്കുന്ന കാർഡിയോയിഡിന്റെ മുഴുവൻ ഏരിയ. വരച്ചിട്ടുള്ള കാർഡിയോയിഡിന്റെ മുഴുവൻ ഏരിയ ആണ് നമ്മളിപ്പോ കണ്ടത്. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ശരി. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അതായത് നിങ്ങൾ ഈ കാർഡിയോയിഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ ഇതിന്റെ മുകളിലുള്ള ഏരിയ തന്നെയാണ് ഇതിന്റെ താഴെയുള്ള ഏരിയ. ഇതിന്റെ മുകളിലുള്ള ഏരിയ തന്നെയാണ് ഇതിന്റെ താഴെയുള്ള ഏരിയ. ഡബിൾ ചെയ്തിരിക്കുക. അപ്പൊ ഞാനിത് 0 മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം 0 മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം 2 കൊണ്ട് ഗുണിച്ചാലും കിട്ടും. നമ്മളിപ്പോ അങ്ങനെ ചെയ്യണ്ട. ചെയ്തും നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് അങ്ങനെ ചെയ്താലും കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം എന്നാണ് പറയുന്നത്. 0 മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 0 മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3π/4 എന്ന് കിട്ടും. അത് ഗുണിക്കുമ്പോൾ 3π/2 വന്നിട്ട് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 3π/2 വന്നു. മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് സൗകര്യം അത് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ഫൈൻഡ് ദ area of the region. Find the area of the region. Enclosed
enclosed by the curve, enclosed by the curve r is equal to cos 2 theta. Enclosed by the curve r is equal to cos 2 theta. r is equal to cos 2 theta enclose ചെയ്ത കർവ് കണ്ടുപിടിക്കുക. കർവിന്റെ ഏരിയ കണ്ടുപിടിക്കുക. കർവ് എൻക്ലോസ് ചെയ്ത ഏരിയ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വീണ്ടും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ കർവിന്റെ ഫിഗർ കാണാതെ അറിഞ്ഞിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കർവിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇതിവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും കാര്യം നോക്കാം. പിള്ളേരെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വരച്ചിട്ടുള്ള 3 പെറ്റൽഡ് റോസ് ആണ്. 3 പെറ്റൽഡ് അല്ലല്ലോ, സോറി, cos 2 തീറ്റ ആവുമ്പോ 4 പെറ്റൽഡ് റോസ് ആണ്. 4 പെറ്റൽഡ് റോസ്, 3 പെറ്റൽഡ് റോസ് അല്ല. ഈവൻ ആണല്ലോ, 2 ഈവൻ ആണ്. 2 ഈവൻ ആവുമ്പോ അതിന്റെ ഇരട്ടി വരും, 2ന്റെ ഇരട്ടി വരും, 4 വരും. അപ്പോ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഒരേപോലത്തെ 4 ഇതളുള്ള ഈ ഒരാൾ, ഇതാണ് ഇതിന്റെ ഫിഗർ. നമ്മളിത് വരച്ചിട്ടുള്ള കാര്യം. ഇയാളുടെ ഏരിയ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഓബ്വിയസ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ 0 മുതൽ 2π വരെ ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, മുഴുവൻ ഏരിയ കിട്ടും. 0 മുതൽ 2π വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, മുഴുവൻ ഏരിയ കിട്ടും. ഞാനിപ്പോ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. പകരം നിങ്ങൾ നോക്കണേ, ഈ ഇതളിന്റെ പകുതി, ഒരിതള്, 4 ഇതളുണ്ട്. ഒരിതളിന്റെ പകുതിയുടെ ഏരിയ നമുക്ക് 8 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഏരിയ കിട്ടും. ഒരിതളിന്റെ പകുതിയെ 8 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ഏരിയ കിട്ടും. അപ്പൊ ഞാന് ഇവിടെ ഒരിതളിന്റെ പകുതിയുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇതിലുള്ള ഇത് നോക്കാം. ഈ ഏരിയ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇയാളുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഓബ്വിയസ്ലി തീറ്റ തുടങ്ങുന്നത് സീറോയിലാണ്. കുഴപ്പമില്ല. എന്നിട്ട് ഇതിവിടെ തുടങ്ങിയതിനു ശേഷം നേരെ വീണ്ടും ഒറിജിനിൽ എത്തുമ്പോഴാണ് ആ ഇതളിന്റെ പകുതി അവസാനിക്കുന്നത്. ആദ്യം ഇത് ഇവിടെ തുടങ്ങും, എന്നിട്ട് ആംഗിൾ തുടങ്ങി വീണ്ടും ഒറിജിന്റെ അകത്ത് അവസാനിക്കുമ്പോഴാണ് ആദ്യത്തെ ഇതള് കംപ്ലീറ്റ് ആവുന്നത്. ആദ്യത്തെ ഇതളിന്റെ പകുതി കംപ്ലീറ്റ് ആവണം. ആദ്യത്തെ ഇതളിന്റെ പകുതി കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ നോക്കുന്നത് ഇത് എപ്പോ 0 ആർ എപ്പോ 0, അതായത് cos 2 തീറ്റ എപ്പോ 0. cos 2 തീറ്റ 0 ആവണമെങ്കിൽ 2 തീറ്റ എന്ന് പറയുന്നത് π/2 ആവണം. അതായത് തീറ്റ എന്ന് പറയുന്നത് π/4 ആവണം. അപ്പൊ π/4 ആകുമ്പോഴാണ് ഇവിടെ ഇയാള് തിരിച്ച് ഒറിജിനിലോട്ട് പോകും. അപ്പോഴാണ് ഇതളിന്റെ പകുതി കംപ്ലീറ്റ് ആവുന്നത്. Therefore, this is less than or equal to π/4. That is less than or equal to π/4. വീണ്ടും പറയുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റോസ് കർവിന്റെ ഏരിയ തന്നെയാണ്. സമ്മതിച്ചു, 4 പെറ്റലുള്ള ഈ റോസ് കർവിന്റെ ഏരിയ തന്നെയാണ്. നിങ്ങൾക്ക് 0 to 2π ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ പക്ഷെ 0 to 2π ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഈ ഇതളിന്റെ പകുതി എടുക്കുന്നു. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അതിനെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ മുഴുവൻ ഏരിയ കിട്ടും. അതാണ് എന്റെ ലക്ഷ്യം. അത് ഒപ്പിച്ചെടുക്കാനാണ് എന്റെ ലക്ഷ്യം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതളിന്റെ പകുതി തുടങ്ങുന്ന എവിടെയാണ്? അത് അവസാനിക്കുന്നത് ഒറിജിനിലാണ്. അതായത് നിങ്ങളുടെ R വാല്യൂ 0 ആവും. അപ്പൊ R വാല്യൂ ഇപ്പൊ 0 എന്ന് നോക്കി. R വാല്യൂ 0 ആവുന്നത് തീറ്റ π/4 ആവുമ്പോഴാണ്. അപ്പൊ തീറ്റ π/4 വരെ ഇന്റഗ്രേറ്റ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to π/4 1/2 into f of theta the whole square d theta. ശ്രദ്ധിക്കുക, ഇത് ഇതളിന്റെ പകുതിയുടെ ഏരിയ കിട്ടത്തുള്ളൂ. അതിനെ 8 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ മുഴുവൻ ഏരിയ കിട്ടത്തുള്ളൂ.
8 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ മുഴുവൻ ഏരിയ കിട്ടൂ. ശരി, അപ്പൊ ഹാഫിനെ വെളിയിൽ എടുക്കുമ്പോൾ 8/2 4 കിട്ടും. ഇന്റഗ്രൽ 0 to π/2 cos 2 theta whole square cos square 2 theta d theta. cos square 2 theta നമ്മൾ മാറ്റണം. അയാളെ മാറ്റുമ്പോൾ 1 plus cos 2 into 2 theta 4 theta divided by 2 integral 0 to π/4 ആണ് π/4 d theta. ഈ ഡിവൈഡഡ് ബൈ 2 വീണ്ടും വെളിയിൽ എടുക്കുമ്പോൾ 4/2 എന്ന് പറയുന്നത് 2 കിട്ടും. ഇന്റഗ്രൽ 0 to π/4 1 plus cos 4 theta d theta. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ, കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 4 തീറ്റ ഡിവൈഡഡ് ബൈ 4, ലിമിറ്റ് 0 to π/4. ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 into തീറ്റയ്ക്ക് π/4. ഇനി sin 4 into π/4 sin π 0. sin 4 into π/4 sin π 0. പിന്നെ അടുത്ത മൈനസ് ലോവർ ലിമിറ്റ് 0. sin 4 into 0 sin 0 0. എല്ലാ 0. 2 into π/4 that is π/2. π/2 ആണ് ആ റോസ് കർവിന്റെ ഏരിയ എന്ന് പറയുന്നത്. 2 into π/4 അതായത് π/2 ആണ്. π/2 ആണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. നമുക്ക് ചുമ്മാ മുഴുവനായിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. മുഴുവനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടണമല്ലോ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് സാധാരണ കിട്ടാറില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. ഇന്റഗ്രൽ 0 to 2π 1/2 into f of theta the whole square d theta. 2π വരെ ഇന്റഗ്രേറ്റ്. 1/2 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ 0 to 2π f of theta the whole square, അതായത് cos square 2 theta d theta. Therefore this is equal to 1/2 into integral 0 to 2π cos square 2 theta എന്ന് പറയുന്നത് 1 plus cos 4 theta divided by 4. 4 അല്ല 2 d theta. ഈ 2 വെളിയിലേക്ക് വിടുമ്പോൾ 1/4 ആവും. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ ആവും. കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 4 theta divided by 4 ആവും. 4 theta divided by 4 ആവും. ലിമിറ്റ് 0 to 2π. Therefore this is equal to 1/4 into upper limit 2π minus sin 4 into 2π sin 8π 0. പിന്നെ 0 minus sin 0 എല്ലാ 0. Therefore 2π/4 π/2. നമ്മൾ വിചാരിച്ച ഉത്തരം തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ മടിയാണ്, അയ്യോ π/4 എവിടെയാണ് അത് 0 ആകുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി തന്നെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഒരു രീതി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്തത്. ഡൺ. അപ്പൊ 2 രീതിയിലും ചെയ്തത് മനസ്സിലായോ? ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് വേറെ പ്രോബ്ലം ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളണേ. Find the area enclosed by the cardioid r is equal to 2 plus 2 sin theta. r is equal to 2 plus 2 sin theta. r is equal to 2 plus 2 sin theta in the first quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇയാൾ എൻക്ലോസ് ചെയ്ത ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇയാളുടെ ഫിഗർ അറിഞ്ഞിരിക്കും.
ഫിഗർ അറിഞ്ഞിരിക്കണം. 2+2 സൈൻ തീറ്റയാണ്. 2+2 സൈൻ തീറ്റയുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. 2+2 സൈൻ തീറ്റയുടെ ഫിഗർ ഇങ്ങനെ ഇരിക്കും. ഇത് 2, ഇത് 2, ഇത് 2ന്റെ ഇരട്ടി 4 ഇങ്ങനെ പോകണം. എനിക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ മതി. മുഴുവൻ ഏരിയ അല്ല എനിക്ക് വേണ്ടത്, ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 0 < θ < π/2. അത് പിന്നെ വ്യക്തമാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 0 < θ < π/2. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 1/2 into f of theta the whole square d theta. F of theta the whole square d theta. That is equal to 1/2 into integral 0 to π/2 2 plus 2 sin theta the whole square d theta. 2 വെളിയിലേക്ക് എടുക്കുന്നു. 2ന്റെ സ്ക്വയർ വരുന്നു. 2ന്റെ സ്ക്വയർ വരുമ്പോൾ 4 ആവും. അപ്പൊ 4/2 വരും. ഇന്റഗ്രൽ 0 to π/2 1 plus sin theta the whole square d theta. Therefore, area is equal to 4/2 2 ആണ്. ഇന്റഗ്രൽ 0 to π/2 1 plus 2 sin theta plus sin square theta. 2 sin theta plus sin square theta. ഇനി സൈൻ സ്ക്വയർ തീറ്റയെ മാറ്റുന്നത് എങ്ങനെയെന്നാണ്. സൈൻ സ്ക്വയർ തീറ്റയെ മാറ്റുന്നത് എങ്ങനെയെന്നാണ് നമ്മുടെ അടുത്ത് നമുക്കറിയാം. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 minus cos 2 theta divided by 2. ഇതാണ് നമ്മുടെ സൈൻ സ്ക്വയർ തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 minus cos 2 theta divided by 2. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇയാള് 2 into integral 0 to π/2 1 plus 2 sin theta plus 1 minus cos 2 theta divided by 2 d theta. 2 കൊണ്ട് മുഴുവനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മുഴുവനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to π/2 2 plus 4 sin theta plus 1 minus cos 2 theta divided by 2 d theta. ഈ 2നെ വെളിയിലേക്ക് എടുക്കുമ്പോൾ 2/2 ആവും. അവിടെ 2 2ഉം ക്യാൻസൽ ആയി പോകും. 2 2ഉം ക്യാൻസൽ ആയി പോകും. ഏരിയ ഈസ് ഈക്വൽ ടു 2/2 മുഴുവനായിട്ട് ക്യാൻസൽ ആയി പോകും. ഇന്റഗ്രൽ 0 to π/2 ബാക്കി 2 plus 1 3 2 plus 1 3 plus 4 sin theta plus 4 sin theta minus cos 2 theta d theta cos 2 theta d theta. ഡൺ. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 3യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 തീറ്റ പ്ലസ് 4 സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റയാണ്. സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ. ഇനി കോസ് തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് 0 മുതൽ π/2 വരെ. ലിമിറ്റ് കൊടുക്കുന്നു 3 into π/2 minus 4 cos π/2. cos π/2 0 ആണ്. മൈൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത സൈൻ 2 into π/2 സൈൻ π ആണ്. 0 ആണ്. വീണ്ടും പറയുന്നു 4 into cos π/2 0 ആണ്. ഇത് 0 ആവും. സൈൻ 2 into π/2 സൈൻ π അതും 0 ആണ്. മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. 3 into 0 minus 4 into cos 0 1 ആണ്. അതുകൊണ്ട് മൈനസ് 4 into 1. ഇനി സൈൻ 2 into 0 സൈൻ 0 ആണ്. മൈൻഡ് ചെയ്യുന്നില്ല. കഴിയും. Therefore, this is equal to 3π/2 plus 4. കഴിയും. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ.
ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആ കാർഡിയോയിഡിന്റെ ഏരിയ ഇതാണ് 3π/2 + 4. ഡൺ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ഡൺ. അപ്പോ ഇത് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കി അതൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഹയർ വേർഷൻ ആണ്.